اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഒരാളുടെ പ്രതീക്ഷ ചുരുങ്ങുക എന്നത് അവൻ അമലിനെ ആശ്രയിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അതായത് എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓൻ്റെ പ്രതീക്ഷയില്ലാതെ ഓനൊരു പ്രത്യേക അവസ്ഥയിലായി പോകുന്ന ഇന്ന ഒരാളും രക്ഷപ്പെടുത്താനില്ല എന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് അമല് കൊണ്ടാണ് ഒരു മനുഷ്യനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നത് എന്നൊരു വിശ്വാസമാണ് അവൻക്കുണ്ടാകുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ റഹ്മത്തിന്റെ വാക്കാണ് ഫസ്റ്റ് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. അതായത് എത്ര വലിയ പാപം ചെയ്ത ആളുകൾക്കും പ്രതീക്ഷയുടെ തീരത്തേക്ക് അണയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ച ഒരുപാട് വസ്തുക്കളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന, നമ്മൾ എത്ര വറ്റി തിന്നുന്നു അതിൻ്റെ എണ്ണം പോലും രേഖപ്പെടുത്തപ്പെട്ട സ്ഥലമാണ് ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യമായി അല്ലാഹു തആല എഴുതിയത് റഹ്മത്ത് എന്ന് പറയുന്ന വാചകമാണ്. കലമിനോട് നൂൻ വൽ കലമിയുമായ യസ്തുറൂ എന്ന് പറഞ്ഞ സൂറത്ത് കേട്ടില്ല നിങ്ങൾ? ആദ്യമായ കലമിനോട് അല്ലാഹു തആല പറഞ്ഞത്, കലമ പറഞ്ഞു അല്ലാഹുവേ ഞാൻ എന്താണ് ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യം എഴുതേണ്ടത്? അപ്പൊ അല്ലാഹു തആല പറഞ്ഞത് നീ റഹ്മത്ത് എന്ന് എഴുതിക്കളാം. അപ്പോ അല്ലാഹു തആല അങ്ങനെ പറയാനുള്ള കാരണം ഈ പ്രപഞ്ചത്തിനെ സംവിധാനിച്ച അല്ലാഹു വളരെ കാരുണ്യവാനാണ് എന്ന് ലോകത്തിന് അറിയിക്കുകയാണ്. വളരെ കാരുണ്യം. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ വല്ലാഹു ഗഫൂറുർ റഹീം, വല്ലാഹു ഗഫൂറുൻ ഹലീം, ഒരുപാട് വാക്കുകൾ ഇങ്ങനെ ഇടക്കിടക്ക് അല്ലാഹു തആല ഞാൻ അങ്ങനെ പുറത്തു കൊടുക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ കാരുണ്യം ചെയ്യുന്ന ആളാണ് എന്ന് ഖുർആനിൽ ഇടക്കിടക്ക് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അള്ളാഹ്നൊന്ന് പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, പ്രതീക്ഷ ഒരിക്കലും മാഞ്ഞു പോകാൻ പാടില്ല. എത്ര പാപം ചെയ്താലും ഞാനത് ഒന്നുമല്ലാത്തതുപോലെ ആക്കുമെന്ന് അല്ലാഹു തആല ഇടയ്ക്കിടെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ പറഞ്ഞു തരണം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്കറിയാം ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളയാണ്. ആ അല്ലാഹു തആല ഈ ലോകത്തിനെ സംവിധാനിച്ചത് അള്ളാഹിന്റെ റസൂലിന് വേണ്ടിയിട്ടാണ്. ആ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ വിശേഷണമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിനിക്ക് റഹ്മത്താണ്. ആ പറഞ്ഞ പദവും ഏതെന്നാണ്? ഈ പറയപ്പെട്ട റഹ്മത്തി എന്ന് പറയുന്ന വാക്കെന്നാണ്. ഇനി നമ്മൾ എപ്പോഴും ഉച്ചരിക്കുന്ന ഒരു വാക്കുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലുണ്ട് റഹ്മാന്, കാരുണ്യം ചെയ്യുന്ന ആള്, റഹീം. അപ്പോ അള്ളാഹിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആദ്യം വേണ്ടത്. അള്ളാഹിനെ കുറിച്ച് നല്ല ഭാവന, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുമെന്ന ഉറച്ചൊരു വിശ്വാസം നമ്മിൽ ആദ്യം ഉണ്ടാവണം. ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു വഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ അവർക്ക് കഴിക്കേണ്ട ഒരു ഭക്ഷണം പാചകം ചെയ്യാണ്. അപ്പൊ വിറക് കത്തിച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ തൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഈ അടുപ്പിൽ കത്തിക്കുന്ന ഈ തീയിന്റെ ഈ ചൂട് ഈ കുട്ടിക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടി കുട്ടിയുടെ ഭാഗത്തേക്ക് ഉമ്മ നിന്നിട്ട് ആ ചൂട് സ്വയം ഏറ്റുവാങ്ങിയിട്ട് വിറക് ഇങ്ങനെ കത്തിക്കുകയാണ്. ഈ രംഗാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ നിങ്ങൾ ആ രംഗം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയപ്പോ ആ ഉമ്മ ആ കുട്ടിക്ക് ഒരു തീയുടെ ചൂട് പോലും ഏൽക്കാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും മറകളോടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്ത് അതിങ്ങനെ നോക്കി. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ആ ഉമ്മ എങ്ങാനും ആ കുട്ടിയെ ആ കത്തിക്കുന്ന തീയിൽ ഇടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, അത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഒരു ചെറിയ പോറൽ പോലും ആ കുട്ടിക്ക് വരരുത് എന്ന് മനസ്സിലാക്കി ആ ചൂടിനെ തടുത്ത് നിൽക്കുന്ന ആ ഉമ്മ ഒരിക്കലും ആ കുട്ടിനെ എന്ത് ചെയ്യൂല, ആ തീയിലേക്ക് ഇടൂല. ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, അത് ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള റഹ്മത്തല്ലേക്ക് കാണിക്കുന്നത് അതേന്ന് പറഞ്ഞു. എങ്കിൽ ആ ഉമ്മയുടെ 70 ഇരട്ടി സ്നേഹം, ഓരോ മാതാവിന്റെയും 70 ഇരട്ടി സ്നേഹം പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹു താലാക്ക് ആരോടുണ്ട്? അടിമകളോടുണ്ട്. ആ സത്യം സ്വഹാബത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചിലപ്പോ നമ്മളെ അബദ്ധ സമയങ്ങളിൽ, നമ്മളൊക്കെ സാധാരണ ഒരു പ്രയോഗമുണ്ട്, ദുർബല നിമിഷങ്ങൾ എന്നൊക്കെ പറയലുണ്ട്. അങ്ങനെ ഒരുപാട് പാപങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് വന്നിരിക്കാം, തെറ്റുകൾ ഒരുപാട് സംഭവിച്ചിരിക്കാം. പക്ഷെ അവർക്കൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങാനും ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് വരാൻ മാത്രം വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്. അല്ലെ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരായിരുന്നു? നമ്മൾ പഴയ കാലത്ത് നമ്മളെ കുട്ടീനെ അങ്ങനെ തൊട്ടിയിലാട്ടൂലേ, ആട്ടുന്ന സമയത്ത് ഈ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്തു പറയും? തന്തപ്പാപ്പ് വരും, അല്ലെങ്കിൽ കുട്ടികളെ പുറത്തക്കാർ വരും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടീനെ പേടിപ്പിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊള്ളേണ്ട എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പേടിപ്പിച്ചു. അപ്പൊ ഈ കുട്ടി കരയാതെ അങ്ങനെ ഉറങ്ങും, പേടിച്ചിട്ട് കരഞ്ഞുറങ്ങും. എന്നാ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഓരോ ഉമ്മമാരും കുട്ടീനെ തൊട്ടിയിൽ ഇങ്ങനെ ആട്ടുന്ന സമയത്ത് കുട്ടീനോട് പറയും, ഉമർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉമർ എന്ന് പറയുന്നത് ഭീകര ജീവിയായി കണ്ടിരുന്നു പഴയ കാലത്ത്. ആ ഉമറാണ് പിന്നെ എന്ത് ചെയ്തത്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇനി ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അത്രയും ഉത്തമ സ്വഭാവത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം ഉയർത്താൻ കാരണം അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖും റഹ്മത്തുമാണ്. അപ്പൊ നമ്മളെപ്പോഴും ആ റഹ്മത്ത്, അള്ളാന്റെ ഒരു ഭീകര ജീവിയായി എന്തോ ഒരു സത്വമായി നമ്മൾ കണക്കാക്കരുത്. അള്ളാഹു ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറിനേക്കാളും അടുത്തതാണ്. ഐനമാക്കുന്തും ബഹുവമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളോട് കൂടെയുണ്ട് എന്ന ഏറ്റവും ഒരു ഉറ്റ ചങ്ങാതിയെ പോലെ അള്ളാഹു താല നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ അറിയാതെ പ്രണയം ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇവിടെ തന്നെ ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ബഹുമാനപ്പെട്ട റൗലുർ റയാഹീൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് നബ്ഹാനിയാണ് ആ കിതാബിന്റെ മുസന്നിഫ്. അതില് ബഹുമാനപ്പെട്ട സയ്യിദുന ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് ദുന്നൂനുൽ മിസ്രി. അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരിക്കലും ഒരു കായലിന്റെ അല്ലെങ്കിൽ ഒരു നദിയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തില് മൂപ്പര് മനുഷ്യന്മാരൊക്കെ അള്ളാഹു താല ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇട്ടുതരും. ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളല്ല പലതിലും ഉണ്ടാവും. അത് ചിലപ്പോൾ പക്ഷി പറക്കുന്ന വിഷയത്തിലേക്കാരം, ചിലപ്പോൾ ഒരു ഉറുമ്പ് എന്തെങ്കിലും കൊണ്ടുപോകണം, അതിലൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള പാഠങ്ങളുണ്ടാവും. അപ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ ഇതിന്റെ തീരത്ത്, നദിയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു തേളിങ്ങനെ, ഒരു പൊന്തന്റെ ഉള്ളിൽ നിന്ന് ഒരു തേളിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ മൂപ്പരിങ്ങനെ തേളിലിങ്ങനെ നോക്കി. അപ്പൊ ആ തേളിങ്ങനെ വന്നിട്ട് ആ നദിന്റെ അരികിലേക്ക് എത്തി അവിടെ അങ്ങനെ നിന്നു. ആരെയോ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത് പോലെ നിന്നു. രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ഒരു വലിയ തവളയാണെന്നും അതല്ല ആമയാണെന്നും പറയുന്നുണ്ട്. നമുക്കൊരു ആമനെ സങ്കല്പിക്കാം. അപ്പൊ ഒരു ആമ ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഈ നദിയിൽ നിന്ന് കരയത്തേക്ക് വന്നു. അങ്ങനെ ഈ തേളിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ആമ നിന്നു. അങ്ങനെ ഈ തേള് പതുക്കെ ഈ ആമന്റെ പുറത്ത് ഇങ്ങനെ കയറി. എന്നിട്ട് ഈ ആമ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇതിനെങ്ങനെ കൊണ്ടുപോകാണ്. അപ്പോ ദുന്നൂനുൽ മിസ്രിക്ക് ഭയങ്കര അത്ഭുതം. എന്താ ഈ സംഭവം? കാട്ടുന്ന ഒരു തേള് വന്നിട്ട് ആ തേള് കരയത്ത് ആമനെ കാത്തു നിന്ന് ആമ തേളിനെ പുറത്ത് കയറ്റിയിട്ട് ഇങ്ങനെ പോവാണ്. ദുന്നൂനുൽ മിസ്രി പിന്നാലെ പോയി ഈ നദിയുടെ അക്കരെ എത്തിയപ്പോ ആമ പതുക്കെ കരയത്ത് കണ്ടിറങ്ങി. ആ സമയത്ത് തേള് അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതെന്താന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുന ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയി. പിന്നാലെ ഇങ്ങനെ പോയ സമയത്ത് ഒരു മനുഷ്യൻ, ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. കള്ളു കുടിച്ച് ഒരു ബോധവുമില്ലാതെയാണ് ആ മനുഷ്യൻ അവിടെ കിടന്നുറങ്ങുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോ ഇതൊക്കെ മഹാങ്ങനെ കാണുകയാണ്. നോക്കുമ്പോണ്ട് ആ കള്ളു കുടിച്ച് ബോധം ഇല്ലാതെ അള്ളാഹുവിനെ മറന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ഒരു പാമ്പ് ഇങ്ങനെ അഴഞ്ഞു വരുന്നുണ്ട്. ഇത് കണ്ട ഈ തേള് ഓടി ചെന്നുകൊണ്ട് ആ പാമ്പിനെ അങ്ങോട്ട് എന്ത് ചെയ്തു?
കടിച്ചു. ആ പാമ്പിന്റെ തലഭാഗത്തിന് കടിച്ചു. യഥാർത്ഥ തേളുകൾക്ക് പാമ്പിനേക്കാളും വിഷമുണ്ട് എന്നാണ്. ആ തേള് പാമ്പിന്റെ തലമങ്ങനെ കടിച്ചിട്ട് അതിന്റെ ജീവൻ പോകുവോളം അതിനെ, കാരണം ഈ കടന്നുറങ്ങുന്ന ഈ മനുഷ്യനെ കൊത്താൻ വേണ്ടി പോയ പാമ്പിനെ അങ്ങോട്ട് അതിന്റെ പടത്തുമങ്ങോട്ട് കടിച്ചിട്ട് അത് ചാകുവോളം അതിനെ മുറുക്കിൻ പിടിച്ചു. അങ്ങനെ ചത്തു എന്ന് കണ്ടപ്പോ ഈ തേള് എന്ത് ചെയ്തു, പതുക്കെ അങ്ങനെ അയച്ചു കൊടുത്തു. മനസ്സിലാവുണ്ടോ? എന്നിട്ട് ആ തേള് അവിടുന്ന് ഇങ്ങനെ മടങ്ങി പഴയ പോലെ തന്നെ നദിന്റെ അരികിലെത്തിയപ്പോ അവിടെ ആമ കാത്തുക്കുന്നുണ്ട്. ആ ആമന്റെ പുറത്ത് കയറി അങ്ങനെ പോയി അക്കരെ കൊണ്ടുപോയിട്ട് ആരിറക്കി, തേളിനിറക്കി. തേള് കാട്ടിലൂടെ പോയി. ഇത് ദുന്നൂലുൽ മിസ്ലി കണ്ടു. ദുന്നൂലുൽ മിസ്ലി വേഗം ചെന്നിട്ട് ആ കള്ളു കുടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട്, സഹോദര എണീക്ക് എന്ന് പറഞ്ഞു. നീച്ചപ്പോ ആളാകെ ഞെട്ടിപ്പോയി. ഒന്ന് തൻ്റെ അടുത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു പാമ്പും ഒരു മനുഷ്യനും നിൽക്കുകയാണ്. ഇദ്ദേഹം ആകെ പേടിച്ചു. ദുന്നൂലുൽ മിസ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യവും കേൾക്കാതെ, അല്ലാഹു തആല ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ കള്ളു കുടിച്ചിട്ട് ലക്കും ലഗാനുമില്ലാതെ ഈ മരത്തിന്റെ ചൂട്ടിൽ കിടന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തേളിനെ കൊണ്ടുവന്ന കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, സഹോദര നിന്നോടുള്ള റഹ്മത്തിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് അല്ലാഹു തആല ഈ നദിന്റെ അപ്പുറത്തുനിന്ന് കാട്ടുന്നൊരു തേളിനെ കൊണ്ടുവന്ന് അതിനെ ഒരാമന്റെ പുറത്ത് കയറ്റി ഈ നദിയിലൂടെ സഞ്ചരിപ്പിച്ചിട്ട് ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി അല്ലാഹു തആല കൊണ്ടുവന്ന ഈ സംഭവത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്, ഞാനത് കണ്ടവനാണ്. അതുകൊണ്ട് സഹോദര നീ അല്ലാഹുവിലേക്ക് മടങ്ങുക. ഉടൻ തന്നെ അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദുനാ ദുന്നൂലുൽ മിസ്ലി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ പാന്താവിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നും ഇനി നന്നാവൂല, അതല്ല എനിക്കൊന്നും ഇപ്പൊ ഇനി ഒരു രക്ഷയൊന്നുമില്ല, അങ്ങനെ ഒരാളും അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഒരാളും ചിന്തിക്കാൻ പാടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് മഹാന്മാരെ കൈപിടിച്ചിട്ട് വലിയ മക്കാമിലേക്ക് എത്തി എത്രയോ ആരിഫീങ്ങളാകുന്ന ആൾക്കാരുണ്ട്, എത്രയോ സാത്വികന്മാരാകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കഥകളാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരുടെ ജീവിതമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാതൃകയാക്കേണ്ടത്. ഞാൻ എപ്പോഴും വെള്ളിയാഴ്ച പറയുന്നൊരു വിഷയമുണ്ട്. അല്ലാഹു തആല പടച്ച ഒരു മനുഷ്യനും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. എല്ലാരെ കുറിച്ചും നമ്മൾ എന്താ വേണ്ടത്, അതായത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറുണ്ട്, എന്നാ ഖൈറിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹുസ്നുൽ ദന്ന് ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള നല്ല ഭാവന. അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും, ഞാൻ അത്രമാത്രം മോശമൊന്നുമല്ല, അള്ളാഹു തആല എന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹിനൊരു ഭീകരജീവിയായി കണക്കാക്കാതെ അള്ളാഹിനെ കുറിച്ചൊരു നല്ല ഭാവന, അത് ചിന്തിക്കൽ തന്നെ എന്താണ്, ഖൈറിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറാണ്. അതിൽ തന്നെ ഒന്നും കൂടി ഉണ്ട്. രണ്ടാമത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഖൈറിൽ വെച്ച് ഏറ്റവും വലിയ ഖൈറ് അൽ ഹുസ്നുൽ ദന്ന് ബിന്നാസ്, ജനങ്ങളെ കുറിച്ച് നല്ല ഭാവന. ജനങ്ങളെ കുറിച്ച് ഏതൊരാളെ കണ്ടാലും നമ്മൾ ചിന്തിക്കുന്നത് അവന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ആദ്യം പോകും. ഒരു വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നാൽ സലാം പറഞ്ഞാലും നമ്മളെ മനസ്സിൽ ആദ്യം ഓൻ അതുവരെ ചെയ്ത പാപങ്ങളിലേക്കേ പോകുള്ളൂ. അങ്ങനെ പോകാൻ പാടില്ല. പാപങ്ങൾ നോക്കാൻ അല്ലാഹു തആല നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. നന്മ എഴുതി വെക്കാൻ ഇവിടെ റഖീബുണ്ട്, തിന്മ എഴുതി വെക്കാൻ അതീദുണ്ട്. ഓന്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കാൻ വേണ്ടി ഹാഫിളീങ്ങളാകുന്ന മലായിക്കത്തുണ്ട്, ശിക്ഷിക്കാൻ സബാനിയാക്കളാകുന്ന മലക്കുണ്ട്. അവന്റെ ഓരോ കാര്യങ്ങളും നോക്കാൻ നമ്മൾ അല്ലാഹു തആല ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. അതിനൊക്കെ അല്ലാഹു തആലാന്റെ ലാ യഅലമു അദദുഹും ഇല്ലല്ലാഹ്, മലായിക്കത്തിന്റെ അദദ് അല്ലാഹു തആലാക്ക് മാത്രമേ അറിയുള്ളൂ. അത് നോക്കാൻ അല്ലാഹു തആല വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കണം. നമ്മളെ ഡ്യൂട്ടി അതല്ല. അങ്ങനെ നിങ്ങൾ ഈ കുമരംകുളത്തുള്ള ഇവിടെ നിസ്കരിക്കാൻ വരുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ആരായിക്കോട്ടെ, അവരെ കുറിച്ച് ഒരു നല്ല ഭാവന കരുതി കഴിഞ്ഞാൽ പിന്നെ ഓലെ കുറിച്ച് എല്ലാവരെ കുറിച്ച് ഒരു നല്ല ഭാവന നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുണ്ടാവൂല. നമുക്ക് ഒന്നാമത് ഈ മാനസിക സംഘർഷങ്ങളും ടെൻഷനൊക്കെ ഉണ്ടാകണമെന്ന് അറിയോ, നമ്മളെ കാര്യത്തിലല്ല, മറ്റുള്ളവരെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്
അതിലുള്ള കുഞ്ചും പോലും ആലോചിച്ചിട്ടാണ് ഞമ്മക്ക് ഒന്നാമത് ഈ ടെൻഷനുകളും സ്ട്രെസ്സുകളും മറ്റു കാര്യം. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നല്ല, ഇതൊക്കെ മഹാന്മാർ എഴുതി വെച്ച പ്രധാനപ്പെട്ട കാര്യം. ഫീ കുലൂബിഹിം മറലും ഫസാദഹുമുല്ലാഹു മറല്ലാ എന്നൊരു ആയത്തുണ്ടല്ലോ, എവിടെ? സൂറത്തുൽ ബഖറന്റെ തുടക്കത്തില്. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ചില ആളുകളെ കുറിച്ചുള്ള മോശമായ ചിന്ത, ഓരോടുള്ള ദേഷ്യം, അത് പിന്നെ വലിയ രോഗമായി മാറും, അല്ലെങ്കിൽ നമ്മളെ ഇബാദത്തുകൾക്ക് ഈ ഇഖ്ലാസിന് തടസ്സാകും. അതിനൊക്കെ ഇതൊക്കെ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരാളോട് ദേഷ്യം നമ്മൾ സ്വമേധയിൽ ഉണ്ടാക്കുക, വെറുപ്പ് നമ്മൾ സ്വമേധയിൽ ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ആദ്യം വേണ്ടത് ജനങ്ങളെ കുറിച്ചുള്ള നല്ല ഭാവന. ഇനി പോന് കള്ളു കുടിച്ചിന വ്യക്തി ആയിക്കോട്ടെ, വ്യഭിചരിച്ച ആളായിക്കോട്ടെ, മുമ്പൊക്കെ ഒരുപാട് തെമ്മാടിത്തരം ചെയ്ത ആളായിക്കോട്ടെ, ഓൻ അള്ളാഹു താല ചിലപ്പോൾ രക്ഷപ്പെടുന്ന തീരുമാനിച്ചേക്കണെങ്കിലോ നമുക്ക് പറയാൻ കഴിയോ? ഇല്ലേ? ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ച നമ്മളെപ്പോഴും ദ്വാരക്കുന്ന ഒരു ദ്വാരുണ്ട്, അള്ളാഹുവേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഞങ്ങൾ മരിപ്പിക്കണം, അല്ലേ? അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഞങ്ങൾ മരിപ്പിക്കണം. ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും മരിക്കുന്ന ആളുടെ ജനാസയിൽ പങ്കെടുക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. മഹാന്മാർ പറയേണ്ടത് പ്രത്യേകം അതിനെ പരിഗണിക്കണം. എന്താണ്? അവരിൽ വലിയൊരു ഖൈർ അല്ലാഹു തആല വെച്ചത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തത്? വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടത് എന്ന് വിചാരിച്ചിട്ട് ചൊവ്വാഴ്ച മരിച്ച മോശക്കാരനാ? അങ്ങനെയൊന്നുമില്ല. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മറമാടിയത് ചൊവ്വാഴ്ച രാവിലാണ്. എത്രയോ മഹാന്മാർ ചൊവ്വാഴ്ച മരിച്ചിട്ടുണ്ട്. പക്ഷെ വെള്ളിയാഴ്ച മരിക്കൽ എങ്ങനെ? എത്ര നാടന്മാർ മരിക്കലുണ്ട് വെള്ളിയാഴ്ച. നമ്മൾ വളരെ മോശക്കാരായിട്ട് സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത എത്ര മനുഷ്യന്മാര് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ മരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യുന്നുണ്ടാവും, നമ്മക്കതറിയില്ല. ഓരോ മനുഷ്യന്മാരിലേക്ക് നോക്കിയാൽ നമ്മൾ അറിയാത്ത ഒരുപാട് നന്മകൾ ഇവരിലുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഖൈറിൽ വെച്ച് ഏറ്റവും വലിയ ഖൈർ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഭാവനയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ കുറിച്ചുള്ള നല്ല ഭാവനയാണ്. അവിടെ തന്നെ അള്ളാഹിന്റെ റസൂൽ പറയാണ്, ഒറ്റ കാര്യം പറഞ്ഞു നിർത്താണ്, ഷെറുകളിൽ വെച്ച് ഏറ്റവും വലിയ ഷെറ് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശ ഭാവന. അള്ളാഹുവിനെ എന്തോ ഒരു ഭീകരനായി കണക്കാക്കിയിട്ട് ആ നിലക്ക് അള്ളാഹുവിനെ കുറിച്ച് എന്ത് ചെയ്യാം? മോശപ്പെട്ട ഭാവന. അതുപോലെ തന്നെ ഷെറിൽ വെച്ച് ഏറ്റവും വലിയ ഷെറ് ജനങ്ങളെ കുറിച്ചുള്ള മോശ ഭാവന. ഒരാളെ കാണുമ്പോൾ അവന്റെ പോസിറ്റീവ് മാത്രം നമ്മൾ നോക്കിയാൽ മതി, നെഗറ്റീവിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യൽ? നമ്മൾ നല്ല മനുഷ്യനായിരുന്നു അങ്ങനെ പറയേണ്ടത്. ഒരാൾ ഒരു മരണപ്പെടുകയാണെങ്കിൽ നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടാകുന്നു, അങ്ങനെ നമ്മൾ പറയാണ്ട്. അല്ലാതെ ഓന്റെ മോശമായ കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നമ്മൾ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഒന്നാമത്തത്, ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഒന്നുകൂടി ആവർത്തിക്കാണ്. ഒന്നാമത്തത്, എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന സന്ദർഭത്തിൽ, തെറ്റുകൾ നമ്മളടുത്ത് വരുന്ന സമയത്ത്, റബ്ബേ ഇനി എനിക്ക് രക്ഷല്ല, ഞാൻ ഇനി നന്നാവൂല, എനിക്കിഞ്ഞ് പ്രതീക്ഷ അല്ല എന്ന് ഓന് ചിന്തിക്കാൻ കാരണം എന്താണ്? അമല് കൊണ്ടാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നു എന്നത് ഭാവിച്ചിട്ടാണെന്ന്. അമല് കൊണ്ടൊന്നും ഒരാളും രക്ഷപ്പെടൂല. ഇലാ യൗമിൽ ഖിയാമ സുജൂദിൽ അങ്ങോട്ട് നെറ്റി വെച്ചിട്ട് ഖിയാമത്ത് നാൾ വരെ നെറ്റി വെച്ചെടുത്താലും അതുകൊണ്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തിക്കൊള്ളുന്നില്ല. അവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാളും കഴിച്ചിലാവൂല. ഒരുപാട് നിസ്കരിച്ച ആൾക്കാര് മോശമായ നിലക്ക് മരണപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഒരുപാട്. കാരണം അള്ളാന്റെ റഹ്മത്താണ് ഏറ്റവും പ്രധാനം. അള്ളാന്റെ തൗഫീഖിന് വരണം. ഇപ്പൊ നമുക്ക് അള്ളാന്റെ തൗഫീഖ് ഉണ്ട്. ഒന്ന്, അല്ലാഹു തആല നമ്മളെന്ത് ചെയ്തു? അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ മനുഷ്യന്മാരാക്കി അല്ലാഹു തആല നമ്മളെ പടച്ചു. രണ്ട്, അതിൽ തന്നെ അല്ലാഹു തആലാക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാക്കി അല്ലാഹു തആല നമ്മളെ പഠിച്ചു. മൂന്ന്, മുസ്ലിമായിട്ടും ഒരു പ്രാവശ്യം പോലും നിസ്കരിക്കാത്ത, പള്ളി പോകാത്ത, ഖുർആൻ ഓതാത്ത എത്രയോ മനുഷ്യന്മാരുണ്ട്. ആ ഇടയിൽ നിന്ന് അല്ലാഹു തആല ഖുർആൻ പഠിക്കാൻ നമുക്ക് അവസരം തന്നു, നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു, അല്ലെ? മാതാപിതാക്കളെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ചു. ഇനി ഇതിലും വലിയ തൗഫീഖ് അല്ലാഹു തആലക്ക് ഇനി എന്താ തരാനുള്ളത്? അപ്പൊ അവനവനക്കുള്ള ജോലികളിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. ഇൻഷാ അള്ളാഹ് അതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.